എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ ഒമാനിലാണുള്ളത്. അപ്പോൾ ഒമാനിൽ നമ്മളിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ഈത്തപ്പഴത്തിൻ്റെ തോട്ടാട്ടോ. അതായത് ഒരു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരു ഈത്തപ്പഴത്തിൻ്റെ തോട്ടാണ്. ചെറിയ തോട്ടാണ്, പക്ഷെ എന്നാലും നല്ല നല്ല മനോഹരമായിട്ടുള്ളൊരു തോട്ടാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ് കേട്ടോ. നല്ല ഇതുണ്ടല്ലേ, എന്താ മനോഹരമായിട്ടുള്ളൊരു തോട്ടാണ്. ഓക്കെ, ഇങ്ങനെ ആയി വരുന്നുണ്ട്. അടുത്ത മാസം ആകുമ്പോഴേക്കും ഇത് പറിക്കാനുള്ളതാവും. ഇനി നമുക്ക് അങ്ങോട്ട് കാണാം. കേട്ടില്ലേ, നിറയെ ഉണ്ട് ഇങ്ങനെ. ഇതുപോലെ അധികം വലിപ്പമൊന്നും ഇല്ലാത്ത തോട്ടാണ്, പക്ഷെ എന്നാലും നല്ല എന്താ പറയുക, മറ്റേന്ന് തന്നെ നമ്മൾ കാണാറുള്ളതെന്ന് വെച്ചാൽ നല്ല ഹൈറ്റൊക്കെ ഉള്ള തൈകളല്ലേ. ഇത് നല്ല ഹൈറ്റൊക്കെ കുറഞ്ഞിട്ടുള്ള തോട്ടാണ് കേട്ടോ. ഇത് കുറച്ചൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആയതാണ്, കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്ത് ഇല്ല, ഇങ്ങനെ നിറയെ ഉണ്ട്. നിറയെ കാഴ്ച കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കണേ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയില്ലേ അല്ല. ഇത് പഴുക്കാറാകും തോറും നല്ല വെയിലിൻ്റെ ശക്തി കൂടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ്. ഇനി നമുക്കിത് കാണാം. അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് പ്രവാസികളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും കേട്ടോ. നമ്മളിതിപ്പോൾ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ ഒമാനിലെ ഒരു ചെറിയൊരു തോട്ടമാണിത്. ഒമാനിൽ തന്നെയാണ് ഈ സലാല എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നമ്മൾ പറഞ്ഞു കേട്ടുള്ളത് നമ്മളെ കേരളത്തിൻ്റെ അതേപോലെ തന്നെ ഇതല്ല, ഇതേപോലെ മൊത്തത്തിൽ ഇതൊരു തോട്ടമാണ്. ഇനി അപ്പുറത്ത് കിടക്കാം. അപ്പുറത്ത് കിടക്കണമെങ്കിൽ കുറച്ച് നടക്കണം, കാരണം ഇതിൻ്റെ സെൻറ്ററിൽ ഇത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പുല്ല് കൊണ്ട് അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. വഴി ആ വീട്ടിലോട്ടുള്ള വഴിയാണിത്. ഇത് റോഡിൻ്റെ സൈഡ് തന്നെയാണ് കേട്ടോ. വണ്ടികളൊക്കെ പോകുന്ന നാട്ടില് അതിനോട് ചേർന്നിട്ടുള്ള തന്നെ ഒരു തൊട്ട ഇപ്പുറത്ത് എന്താ ഭംഗിയില്ലേ, ഇങ്ങനെ കൊലച്ച് നിൽക്കണ കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഭംഗിയില്ലേ. നമുക്കിത് കഴിക്കുന്നതിനെക്കാട്ടും ഇപ്പോൾ നമുക്ക് ഇഷ്ടം തോന്നി ഇതിങ്ങനെ കാഴ്ച നിൽക്കണേ കാണാനാട്ടോ. അല്ല, എന്ത് രസം നോക്കിയേ, ചെറിയ തൈമ. ഇതാവുന്നുള്ളൂ കേട്ടോ. ഇത് കുറച്ച് കുറവാണ് ഇപ്പം. മറ്റേതിനെ സംബന്ധിച്ച് മറ്റേത് കുറച്ചും കൂടെ ആയതാണ്. ഇത് കുറച്ചും കൂടെ ആവാണ്ട് പഴുപ്പ്. ചിലതൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട് കണ്ട. ഇനി അതിലും കുറഞ്ഞ ഇതായിട്ടുണ്ട്. അതായത് ഉണ്ടായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതേ അത് ചോന്നതിൻ്റെ. ഓക്കെ, ഇതുണ്ടല്ലേ വേറെ റൈറ്റ് കേട്ടോ. മഞ്ഞ ഇതന്നെ ഇതുണ്ടല്ലേ, ഇത് നല്ല ഭംഗിയില്ലേ. അത് നല്ല ചുവന്ന. ഇതിലും ചിലതൊക്കെ കണ്ടില്ലേ ഇങ്ങനെ പഴുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി ഇതിപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒമാനിലെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഞാൻ കുറച്ച് കാലം ഇനിയിപ്പോൾ ഒമാനിലുണ്ടാവും കേട്ടോ. കാരണം നമ്മളിങ്ങനെ പ്രവാസി ജീവിതത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ വരുന്നത് നിങ്ങളെ അറിയിക്കാത്ത എന്താണെന്ന് വെച്ചാൽ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. വീടുമായി വിട്ട് നിൽക്കുന്ന ചെറിയൊരു
വിഷമത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വരുന്ന കാര്യം നിങ്ങളോട് ആരോടും ഞാൻ പറയാഞ്ഞത് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് റിക്കവറായിട്ട് വരുന്നുള്ളൂ. കാരണം വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോൾ വീട് വിട്ട് നിൽക്കുന്ന ചെറിയൊരു വിഷമം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ ബായ്. നിങ്ങൾ എല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളാണ് നമ്മളെ എന്താ പറയുക വിജയത്തിൻ്റെ രഹസ്യം. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ ബായ്.